ഫസ്റ്റ് സാരിയുടെ കളർ വരുന്നത് പേൾ ക്രീം ആണ്. നല്ലൊരു ഐവറി ക്രീമും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ബേസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു മാംഗോ യെല്ലോ ആണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഒരു ഹൽദി യെല്ലോ മാംഗോ യെല്ലോ ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയാണ്. നല്ല സോഫ്റ്റ് കളർ പാലറ്റിലാട്ടോ സാരി വരുന്നത്. ഒരു പേസ്റ്റൽ പീച്ച് ആണ്, ഒരു പിങ്ക് ടിൻറ്റഡ് പീച്ച് ആണ്. ബേബി പിങ്ക് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് സാരി. ഇതിലും ഫുൾ അതേ സ്റ്റൈലിൽ തന്നെ ആ ഒരു സിൽവർ ജെറിയിലായിരിക്കും മോട്ടീവ്. നെക്സ്റ്റ് കളർ നല്ലൊരു എംറാൾഡ് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ സോഫ്റ്റ് കളറിൽ തന്നെ ഒരു ടീൽ ഗ്രീൻ സിൽവർ ബേബി പിങ്ക് ആ ഒരു ടോണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരും. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് എല്ലാ സാരീസിലും വർക്ക് വരുന്നത്. അതേ പാറ്റേണിൽ തന്നെ ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും സാരിയുടെ ബോർഡറും വരുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. അടുത്ത കളർ നല്ലൊരു ഫ്യൂഷ്യ മെജന്തയാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. റാണി പിങ്കും ഫ്യൂഷ്യ മെജന്തയും കൂടി ചേർന്ന് വരുന്നത് നല്ലൊരു ഷെയ്ഡാട്ടോ സാരി വരുന്നത്. അടുത്ത കളർ ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. നമ്മൾ ഡേ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറിലാണ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് തന്നെ മഴയുടെ കുറച്ചൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. ഫുൾ സാരിയും അതേ സിൽവർ ആൻഡ് ബേബി പിങ്ക്, ലാവൻഡർ, പൗഡർ ബ്ലൂ ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. വീണ്ടും നല്ലൊരു സോഫ്റ്റ് കളർ പാലറ്റിലാണ് വരുന്നത് കേട്ടോ. ഇതൊരു ലാവൻഡർ പിങ്ക് ആണ്, ഒരു ടിൻറ്റഡ് ലാവൻഡർ കൂടിയുണ്ട്, ബേബി പിങ്കും ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അടുത്ത സാരി നല്ലൊരു ഹാൻഡ് വർക്ക് പാറ്റേണിൽ വരുന്ന സാരിയാണ് കേട്ടോ. സോഫ്റ്റ് സെമി മൂങ്ക സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പ്യോർ മൂങ്ക അല്ല, സെമി ആണ്. പക്ഷെ നല്ലൊരു എലഗൻ ലുക്കിലാണ് സാരി വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിലും ഒരു ആന്റീക് ഷെയ്ഡാണ്. നമ്മൾ നാച്ചുറൽ ടെസറിന്റെ ആ ഒരു കളർ ഉണ്ടല്ലോ, എക്സാക്ട് ആ ഒരു ബേജ് ടോണിലാണ് സാരി വരുന്നത്. സെയിം അതേ പാറ്റേണിൽ തന്നെ നാച്ചുറൽ ടെസർ സിൽക്കിന്റെ അതേ സ്റ്റൈലിൽ തന്നെ വരുന്നത്. സോഫ്റ്റ് സെമി മൂങ്ക സിൽക്ക് തന്നെ സാരിയുടെ ഫാബ്രിക് വരുന്നത്. ആന്റി ഗോൾഡൻ ടോൺ തന്നെ വരുന്നത്. ഫുൾ ഹാൻഡ് വർക്കിലുള്ള മോട്ടീവ്സ്. സെയിം പാറ്റേണിൽ തന്നെ കാന്ത വർക്കിലായിരിക്കും സാരിക്ക് ബോർഡർ വരുന്നത്. നെക്സ്റ്റ് സാരിയും സെയിം അതേ സ്റ്റൈലിൽ തന്നെയാണ്. ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേൺ മാത്രമേ മാറിയിട്ടുള്ളൂ കേട്ടോ. ആ ഒരു പ്യുവർ ടെസർ സിൽക്ക് നാച്ചുറൽ ടെസറിന്റെ അതേ ലുക്കിലായിരിക്കും സാരി വരുന്നത്. ഇതിൽ വരുമ്പം ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ ഹാൻഡ് വർക്ക്. ഡിഫറെന്റ് പാറ്റേണിലാണ്, കോമ്പിനേഷൻസ് മാറി മാറി വരും. റെഡ്, ഒരു റാണി പിങ്ക്, മെറൂൺ, വീണ്ടും സെയിം കളർ പാലറ്റ്, സോഫ്റ്റ് മൂങ്ക ടെസർ സിൽക്കിന്റെ അതേ ഒരു ടെക്സ്ചറിൽ വരുന്ന സാരി തന്നെയാണ്. ഇതിലെയും ആ ഒരു ഹാൻഡ് വർക്കിന്റെ പാറ്റേൺസ് മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോഴും ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും. ബോഡിയിൽ ഒരു ഹാൻഡ് വർക്ക് മോട്ടീവ്സ് വരുന്നുണ്ട്. വീണ്ടും കളർ പാലറ്റ് അത് തന്നെയാണ് വരുന്നത്. നാച്ചുറൽ ടെസറിന്റെ അതേ ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. ടെക്സ്ചർ മാറിയിട്ടുണ്ട്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരി വരുന്നത്. ഇതിലും ഹാൻഡ് വർക്ക് തന്നെയായിരിക്കും കേട്ടോ. മോട്ടീവ്സ് വരുന്നത് ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. ഈ ഒരു സ്റ്റൈലിൽ വരുന്നുണ്ട്. ബോർഡർ ഇല്ല, ബോർഡർ ഇല്ലാതെ ഈ ഒരു പാറ്റേണിൽ ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും കേട്ടോ. ഇത് വരുന്നത് ഒരു മെറൂൺ ഗ്രീനിലായിരിക്കും ഈ ഒരു മോട്ടീവ്സ് വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ. ലാസ്റ്റ് സാരി വരുന്നത് വൈറ്റ് ആണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത് സാരിയിലോട്ട്. നല്ലൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. വൈറ്റിൽ ഒരു ഗ്രേ, ബ്രൗൺ ആൻഡ് ഒരു റോസ് ഗോൾഡും കോപ്പറും കൂടി ബ്ലെൻഡഡ് ആയിട്ട് വരുന്ന കളർ. ഈ 3 കളർ പാലറ്റിലാണ് ആ ഒരു ജെറി വുവൺ പാറ്റേൺസ് വരുന്ന സാരിയിൽ. സെയിം അതേ കോമ്പിനേഷനിൽ തന്നെയുള്ള വുവൺ മോട്ടീവ്സ് ആയിരിക്കും എൻ്റയർ ബോഡിയിൽ വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. ഫുൾ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ ക്ലോസറിൽ. ഫസ്റ്റ് കളർ ഗ്രേ ആണ്. ഗ്രേയിലായിരിക്കും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സ്. ദെൻ